നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE-യിൽ. സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കും. വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ അവകാശവാദങ്ങൾ തള്ളി കേന്ദ്രം. ഇന്ത്യ പാക് ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും വിശദീകരണം. ശ്രീനഗറിൽ എത്തി സൈനികരെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അവന്തിപ്പോരയിൽ 3 ഭീകരരെ വധിച്ച സൈന്യം. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായിച്ച ആസിഫ് ഷെയ്ഖും. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ബാഗേജ് ക്ലിയറൻസ് നടത്തുന്ന തുർക്കി കമ്പനിയെ വിലക്കി കേന്ദ്ര സർക്കാർ. മലപ്പുറം കാളിക്കാവിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചത് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ. പ്രതിഷേധിച്ച നാട്ടുകാർ. കുടുംബത്തിന് ധനസഹായവും ജോലിയും നൽകുമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യസംഘം എത്തി. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ പ്രസംഗം തിരുത്തി G. സുധാകരൻ. ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ഭാവനയോട് പറഞ്ഞതെന്നും വിശദീകരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. കെ. സുധാകരന്റെ പരസ്യ വിമർശനത്തിൽ നേതൃത്വത്തിന് അതൃപ്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അനുവദിച്ചില്ല എന്ന കെ. സുധാകരന്റെ വിമർശനം KC വേണുഗോപാൽ അടക്കമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തൽ. അതേസമയം ഇനിയുള്ള പുനഃസംഘടനയിലും എല്ലാവരുമായി കൂടിയാലോചിക്കണമെന്ന് K. മുരളീധരനും ശശി തരൂരും. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE-യിലെത്തി. അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുക, വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഇരു രാജ്യങ്ങളുടെയും പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. സൗദി, ഖത്തർ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE-യിലെത്തിയത്. വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് അകമ്പടി സേവിച്ചു. അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൽ US പ്രസിഡന്റ് സന്ദർശനം നടത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഒപ്പമുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റ്, ഉത്തര ആഫ്രിക്ക മേഖലയിലെ പ്രമുഖ വ്യാപാര പങ്കാളി എന്ന നിലയിൽ UAE-യുമായുള്ള പങ്കാളിത്തത്തെ അമേരിക്ക അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. വികസനം, രാഷ്ട്രീയം, സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, സൈനികം, അബ്രഹാം കരാറുകളുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ UAE-US സഹകരണം ശക്തമായി തുടരുകയാണ്. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. അമേരിക്കയിൽ നിന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ UAE-യിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ചും കരാറുണ്ടാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. UAE-യിൽ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി US പ്രസിഡന്റ് വെള്ളിയാഴ്ച ഉച്ചയോടെ തിരിച്ചുപോകും. UAE സന്ദർശിക്കുന്ന 2ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2008-ൽ ജോർജ് W. ബുഷാണ് ഇതിനു മുമ്പ് UAE സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അമൃത ന്യൂസ്, അബുദാബി. ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിന്റെ 250-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ റിഹ്ല എ ദോസ്തി എന്ന പേരിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നു. മെയ് 19 മുതൽ 24 വരെ കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുവൈറ്റ് ദേശീയ സാംസ്കാരിക കലാ സാഹിത്യ കൗൺസിൽ, കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റി, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് ഈ പ്രദർശനം ഒരുക്കുന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സമ്പന്നമായ ചരിത്രത്തിന്റെ പ്രദർശന വേദിയാകും ഈ പരിപാടി. പരിപാടിയിൽ അമൂല്യമായ പുരാവസ്തുക്കൾ, കൈയെഴുത്ത് പ്രതിമകൾ, രേഖകൾ, അപൂർവ പുസ്തകങ്ങൾ, വ്യക്തിഗത കത്തിടപാടുകൾ, നാണയങ്ങൾ, 1961 വരെ കുവൈറ്റിന്റെ ഔദ്യോഗിക നാണയമായി ഉപയോഗിച്ച ഇന്ത്യൻ രൂപ എന്നിവയും പ്രദർശിപ്പിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിട്ടുപോയ കാലത്തെ മറ്റു പ്രധാന വസ്തുക്കളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും.
സൗദിയിൽ ഹുമൈൻ എന്ന പേരിൽ പുതിയ AI കമ്പനി ആരംഭിച്ചെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിൽ സൗദിയെ ലോകത്ത് ഒന്നാം നിരയിലെത്തിക്കുകയാണ് ലക്ഷ്യം. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമാണ് സൗദി പൊതുനിക്ഷേപ നിധിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഉദ്ദേശം. നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ മോഡലുകളും ആപ്ലിക്കേഷനുകളും കമ്പനി പുറത്തിറക്കും. അറബിയിലെ ഏറ്റവും മികച്ച വലിയ ഭാഷാ മോഡലുകളിൽ ഒന്ന് വികസിപ്പിക്കുന്നതും ന്യൂ ജനറേഷൻ ഡാറ്റാ സെന്ററുകളും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവ കമ്പനിയുടെ പ്രവർത്തന മേഖലകളിൽ ഒന്നാണ്. കുവൈറ്റിൽ കടം തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹൽ ആപ്പ് വഴി യാത്രാ നിരോധനം ഏർപ്പെടുത്തും. സൗജന്യമായാണ് ഈ സേവനം അനുവദിക്കുക. നീതിന്യായ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും ഈ സേവനം ലഭ്യമായിരിക്കും. നീതിന്യായ മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുപ്രകാരം കടം വായ്പ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പകർപ്പ് സമർപ്പിച്ച ശേഷം യാത്രാ നിരോധന അപേക്ഷ സമർപ്പിക്കാം. കുവൈറ്റിൽ ഏറ്റവും അധികം പേരിൽ ബാധിക്കുന്ന അർബുദ രോഗങ്ങളിൽ രണ്ടാമത്തേത് വൻകുടൽ ക്യാൻസറാണെന്ന് ദേശീയ അർബുദ രോഗ അവബോധ പ്രചാരണ പരിപാടി സമിതി മേധാവി ഡോക്ടർ ഖാലിദ് അൽ സാലിഹ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ തീരുമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച അർബുദ രോഗ അവബോധ പ്രചാരണ പരിപാടി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്തെ ഏറ്റവും അധികം പേരെ ബാധിക്കുന്നത് സ്തനാർബുദമാണ്. വൻകുടൽ അർബുദമാണ് ഏറ്റവും അധികം പേരിൽ ബാധിക്കുന്ന രണ്ടാമത്തെ അർബുദം എന്ന രോഗം. രാജ്യത്ത് ആകെ 582 വൻകുടൽ അർബുദ രോഗികളാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദിയിൽ സേവനദാതാക്കളുമായി സഹകരിച്ച് സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ പുറത്തിറക്കാനുള്ള തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയും യൂബർ ടെക്നോളജിയും ഒപ്പുവെച്ചു. റിയാദിൽ സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തോടനുബന്ധിച്ച് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ റുമൈഹ് അൽ റുമൈഹും യൂബർ CEO ദാര ഖോസ്രാഷിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഈ വർഷം അവസാനത്തോടെ സൗദിയിൽ പ്രാവർത്തികമാക്കുന്നതാണ് ഈ പദ്ധതി. വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് ആവശ്യമായ പിന്തുണയോടെയും വാഹനങ്ങൾക്കുള്ളിൽ ഓപ്പറേറ്റർമാരുടെ സാന്നിധ്യത്തോടെയുമാണ് പ്രാരംഭഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക. കുവൈറ്റ് അമീറിന്റെ അധികാരത്തെയും അവകാശങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്തതിന് സാൾട്ടി ചീസ് എന്നറിയപ്പെടുന്ന ഒരു ബ്ലോഗർക്ക് 2 വർഷത്തെ കഠിന തടവ് അപ്പീൽ കോടതിയാണ് വിധിച്ചത്. പ്രതി എക്സ് പ്ലാറ്റ്ഫോമിൽ ഹിസ് ഹൈനസ് അമീറിനെ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിനാണ് നടപടി. സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനകളിലൂടെ ഒരു പൊതുവേദിയിൽ ഹിസ് ഹൈനസ് അമീറിന്റെ അവകാശങ്ങളെയും അധികാരത്തെയും ചോദ്യം ചെയ്യുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷൻ സാൾട്ടി ചീസിനെതിരെ കേസെടുത്തതിന് ശേഷമാണ് ഈ വിധി വന്നത്. 2025 ആദ്യപാദത്തിൽ മികച്ച ലാഭം നേടി ലുലു റീറ്റെയിൽ. 16% വർധനയോടെ $69.7 മില്യൺ ലാഭമാണ് ലുലു നേടിയത്. $2.1 ബില്യൺ വരുമാനമാണ് ഈ കാലയളവിൽ ലുലു സ്വന്തമാക്കിയത്. ലുലുവിന്റെ ഇ-കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മികച്ച വളർച്ചയാണ് നേട്ടത്തിന് കരുത്തേകിയത്. 26% വളർച്ചയുമായി $93.4 മില്യൺ വിൽപ്പന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നു. മൊത്തം വരുമാനത്തിന്റെ 4.7% ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ലഭിച്ചത്. നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് ഈ മികച്ച നേട്ടമെന്നും റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. GCCയിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും നിക്ഷേപകർക്ക് മികച്ച ലാഭവിഹിതം ഉറപ്പാക്കുമെന്നും യൂസഫ് അലി വ്യക്തമാക്കി. UAEയിലെ പ്രമുഖ മാധ്യമമായ ഖലീജ് ടൈംസ് പുറത്തിറക്കിയ GCCയിലെ ഏറ്റവും സ്വാധീനമുള്ള മാർക്കറ്റിംഗ് വിദഗ്ധരുടെ പുതിയ പട്ടികയിൽ ഇടം നേടി 39 വ്യത്യസ്ത മേഖലയിലെ മാർക്കറ്റിംഗ് വിദഗ്ധർ. ദുബായ് ഹോൾഡിംഗിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ദുഹ മുഹമ്മദും എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ബ്രൂഡോസുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. മേഖലയിലെ മുൻനിര റീറ്റെയിലായ ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ ഡയറക്ടറുമായ V നന്ദകുമാറാണ് 4ാം സ്ഥാനത്ത്. ലുലു ഗ്രൂപ്പിന്റെ ശക്തമായ മാർക്കറ്റിംഗ് നയത്തിനും റീറ്റെയിൽ മേഖലയിലെ നവീന മാർക്കറ്റിംഗ് രീതിക്കുമുള്ള അംഗീകാരം കൂടിയാണിത്. പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളിയാണ് നന്ദകുമാർ. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ 3 പതിറ്റാണ്ടോളം അനുഭവ സമ്പത്തുള്ള V നന്ദകുമാറാണ് കഴിഞ്ഞ 25 വർഷമായി ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്.
ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെത്തി. ഇന്ത്യൻ സൈന്യം പഠിപ്പിച്ച പാഠം തീവ്രവാദികൾ മറക്കില്ലെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി സൈനികരെ അഭിനന്ദിച്ചു. പുൽവാമ ജില്ലയിലെ അവന്തിപ്പുരയിൽ സുരക്ഷാ സേനയുമുണ്ടായ ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി കശ്മീർ പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി നടത്തിയ ശ്രീനഗർ സന്ദർശനമാണ് രാജ്നാഥ് സിംഗിന്റേത്. ശ്രീനഗറിൽ വിമാനമിറങ്ങിയ കേന്ദ്രമന്ത്രിയെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്വീകരിച്ചു. സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ബദാമി ബാഗ് കന്റോൺമെന്റിലും അദ്ദേഹം എത്തി. സൈനികരെ കണ്ട് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. പഹൽഗാം സംഭവത്തിൽ ചുട്ട മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. श्रीनगर की धरती से मैं पूरी दुनिया के सामने यह सवाल उठाना चाहता हूं कि क्या ऐसे गैर जिम्मेदार और रोग नेशन के हाथों में परमाणु हथियार सुरक्षित हैं? मैं दुनिया के सामने यह सवाल खड़ा करना चाहता हूं. मैं मानता हूं कि पाकिस्तान के एटमी हथियारों को IAEA इंटरनेशनल एटॉमिक एनर्जी एजेंसी की निगरानी में लिया जाना चाहिए. मैं ये कहना चाहूंगा और साफ तौर पर कहना चाहूंगा. ഇന്ത്യൻ സൈന്യം പഠിപ്പിച്ച പാഠം തീവ്രവാദികൾ ഒരിക്കലും മറക്കില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തിന്റെ ഒരു ലക്ഷ്യവും പിഴച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജമ്മു കശ്മീരിലെ പുൽവാമ ജില്ലയിൽ അവന്തിപ്പുരയിൽ സുരക്ഷാ സേനയുമുണ്ടായ ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി കശ്മീർ പോലീസ് അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് എന്നയാളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ആമർ നാസർവാനി, യവാർ ഫട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് 2 പേർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ പാക് ചർച്ചയിൽ 3ാം കക്ഷി ഇടപെടലില്ലെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിയിൽ മാറ്റമില്ല. ഭീകരവാദം, പാക് അധിനിവേശ കശ്മീർ എന്നീ 2 വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ നടപടി പുനഃപരിശോധിക്കുന്ന കാര്യം പോലും ആലോചിക്കൂ. നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. Cabinet Committee on Security and the government obviously was very clear that the Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. So sometimes the Kashmir issue has been brought up. Again, the only thing which remains to be discussed on Kashmir is the vacation of illegally occupied Indian territory in Pakistan occupied Kashmir. We are open to discussing that with Pakistan. So I want to spell out our positions very clearly so that what is in your minds and what many of you have raised with me on various occasions. The government's position is very, very clear. Thank you very much. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷാക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് സമർപ്പിച്ച FIRൽ അതൃപ്തി പ്രകടിപ്പിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് മന്ത്രി വിജയ് ഷാ പ്രതികരിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മന്ത്രി വിജയ് ഷാ നടത്തിയ ഭീകരരുടെ സഹോദരി പരാമർശത്തിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത്. മന്ത്രിപദവിയിലിരുന്ന് ഒരിക്കലും നടത്തരുതാത്ത പ്രസ്താവനയെന്ന് പറഞ്ഞ കോടതി രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരും ഉത്തരവാദിത്തം കാട്ടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മന്ത്രിയുടെ ഹർജിയിൽ വിശദമായ വാദം നാളെ കേൾക്കാനിരിക്കെ കോടതി നിലപാട് വ്യക്തമാണ്. ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് അടക്കം നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ BJP മന്ത്രിയുടെ വിദ്വേഷ പരാമർശം സംബന്ധിച്ച അന്വേഷണത്തിന് മധ്യപ്രദേശ് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കും. അന്വേഷണം നീതിപൂർവം നടക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് സമർപ്പിച്ച FIRന്റെ ഉള്ളടക്കത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ബാഹ്യസമ്മർദ്ദങ്ങളില്ലാതെ പോലീസ് കേസ് നീതിപൂർവം അന്വേഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അന്വേഷണം നിരീക്ഷിക്കാൻ നിർബന്ധിതരായെന്ന് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ, ജസ്റ്റിസ് അനുരാധ ശുക്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. വിജയ് ഷായ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ സ്വമേധയാ കേസെടുത്ത മധ്യപ്രദേശ് ഹൈക്കോടതി മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസെടുത്തത്.
അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ന്യൂസ് ഡെസ്ക് അമൃത TV. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനു പിന്നാലെ പരസ്യ വിമർശനം തുടരുന്ന കെ സുധാകരന്റെ നീക്കത്തിൽ നേതൃത്വത്തിന് അതൃപ്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അനുവദിച്ചില്ല എന്ന കെ സുധാകരന്റെ വിമർശനം KC വേണുഗോപാൽ അടക്കമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഇനിയുള്ള പുനഃസംഘടനയെങ്കിലും എല്ലാവരുമായി കൂടിയാലോചിക്കണമെന്ന അഭിപ്രായം തുറന്നു പറയുകയാണ് കെ മുരളീധരനും ശശി തരൂരും. KPCCയുടെ നേതൃനിരയിൽ പുനഃസംഘടന നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി കെ സുധാകരൻ രംഗത്ത് വരുന്നത്. തന്നോട് ചോദിക്കാതെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ പോലും തുടരാൻ അനുവദിച്ചില്ല എന്നും ചില നേതാക്കളുടെ വക്രബുദ്ധിയാണ് ഇതിനു പിന്നിലെന്നുമുള്ള കടുത്ത വിമർശനമാണ് കെ സുധാകരൻ നേതാക്കൾക്കെതിരെ നിരത്തുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ് എന്ന KC വേണുഗോപാലിനെതിരായ വികാരം സംസ്ഥാന കോൺഗ്രസിൽ ശക്തമാകുമ്പോഴാണ് പരസ്യ വിമർശനവുമായി കെ സുധാകരൻ രംഗത്ത് വരുന്നത്. പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിൽ പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ അച്ചടക്ക ലംഘനം കാട്ടുന്നുവെന്ന വിമർശനം നേതൃത്വത്തിനുണ്ട്. അതേസമയം കെ സുധാകരനെ തള്ളിപ്പറയാൻ കെ മുരളീധരനും ശശി തരൂരും അടക്കമുള്ള നേതാക്കൾ തയ്യാറാകുന്നില്ല. തീരുമാനമെടുക്കുമ്പോൾ കൂടിയാലോചന നടക്കുന്നില്ല എന്ന വിമർശനം ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അദ്ദേഹം പാർട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. ചില മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതിൽ സംസാരമൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇതുവരെ ആ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ല എൻ്റെ അറിവിൽ. എന്നാൽ സുധാകരന്റെ വിമർശനത്തോട് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നുമില്ല. പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. അതേസമയം DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയടക്കം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ തയ്യാറെടുക്കുകയാണ് പുതിയ നേതൃത്വം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തമ്മിലടിയും തർക്കവും ഗ്രൂപ്പുമില്ലാതെ എത്രത്തോളം സുഗമമായി പുനഃസംഘടന നടത്താനാകുമെന്ന ചോദ്യവും ഉയരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നു. കലാമൂല സ്വദേശിയായ അബ്ദുൾ ഗഫൂറിനെയാണ് കൊലപ്പെടുത്തിയത്. ഏറെ നാളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അടയ്ക്കാക്കുണ്ട് റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെ അബ്ദുൾ ഗഫൂറിനെ കടുവ ആക്രമിച്ചത്. പുറകുവശത്തിലൂടെ എത്തിയ കടുവ ഗഫൂറിന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ശേഷം കഴുത്തിൽ കടിച്ച് വലിച്ചുകൊണ്ടുപോയി. കൂടെയുണ്ടായിരുന്ന സമ്മത് ബഹളം വെച്ച് ആളെക്കൂട്ടി നടത്തിയ തെരച്ചിലിൽ 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിന്റെ ഒരു ഭാഗം കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹമെന്ന് പ്രദേശവാസി ഫിറോസ് പറഞ്ഞു. രാവിലെ 7:45ഓടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാൻ പ്രദേശവാസികൾ അനുവദിച്ചില്ല. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം, ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകണം, കുടുംബത്തിലെ ഒരു അംഗത്തിന് സ്ഥിരജോലി നൽകണം തുടങ്ങിയവയായിരുന്നു ജനങ്ങളുടെ ആവശ്യം. അടിയന്തര ധനസഹായം 5 ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്നും കുടുംബത്തിലെ ഒരംഗത്തിന് താൽക്കാലിക ജോലി നൽകുമെന്നും കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ദൗത്യസംഘം എത്തുമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. മാസങ്ങളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും വനംവകുപ്പിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജനങ്ങൾ പറഞ്ഞു. അതേസമയം ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്തെത്തി കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. വിവാദ പ്രസംഗത്തിൽ മലക്കം മറിഞ്ഞ് മുതിർന്ന CPM നേതാവ് G സുധാകരൻ ബാലറ്റ് തുറന്നു നോക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് സുധാകരനെ തള്ളി CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തി. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. നടപടികളെ ഭയക്കുന്നില്ല എന്ന മൊഴിയെടുപ്പിന് ശേഷമുള്ള പ്രതികരണം കഴിഞ്ഞ് മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു സുധാകരന്റെ മലക്കം മറിച്ചിൽ. പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സുധാകരൻ വോട്ട് ചെയ്യാത്ത യൂണിയൻകാരെ ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയതാണ് എന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. CPI കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള കുടുംബസംഗമത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ തിരുത്തൽ. ഭാവനയും കലർത്തി പറഞ്ഞു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റല്ലെങ്കിൽ ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിനൊന്നും പങ്കെടുത്തിട്ടേ ഇല്ല. ഞാൻ ഇന്നവരെ കണ്ടുകൊണ്ട് ചെയ്തിട്ടുമില്ല.
ഞാൻ 20 വർഷം MLA ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ കളക്ടർ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകി. 36 വർഷം പഴക്കമുള്ള കേസായതിനാൽ രേഖകൾ ലഭ്യമല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണത്തിന് കളക്ടറുടെ നിർദ്ദേശം. കേസിൽ പോലീസ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിയമോപദേശം തേടി. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ മൊഴിയെടുത്തിരുന്നു. സുധാകരന്റെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം അരമണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുപ്പിന് ശേഷമാണ് മടങ്ങിയത്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടർ കൊടുക്കും, ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കുന്നത് പൂർണ്ണമായും മൊഴിയെടുത്തതിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ കളക്ടർക്കും കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മറ്റ് തുടർ നടപടികൾ. ഇതിനിടെ സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തള്ളി CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം CPMനില്ല എന്നും അന്വേഷണം നടക്കട്ടെയെന്നും CPM ജില്ലാ സെക്രട്ടറി R നാസർ പ്രതികരിച്ചു. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബാലറ്റ് വോട്ടുകൾ തിരുത്തിയെന്നായിരുന്നു G സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തൽ. ഇത് CPMനെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നിരിക്കെയാണ് മുതിർന്ന നേതാവിനെ തള്ളി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ചോദിച്ചു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി കോടതിയോട് 14 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്ന നീക്കത്തിനാണ് രാഷ്ട്രപതി തുടക്കം കുറിക്കുന്നത്. ഭരണഘടനയുടെ 143 അനുച്ഛേദം 1 രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ചില സംശയം നിവർത്തിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം സംബന്ധിച്ച് പല സംസ്ഥാനങ്ങളും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ബില്ലുകളടക്കം ഗവർണർ തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് നേരത്തെ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് നിർദ്ദേശം നൽകിയതനുസരിച്ച് രാഷ്ട്രപതിയായാലും ഗവർണറായാലും ബില്ലുകളിന്മേൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ്. ഗവർണർ 1 മാസത്തിനുള്ളിലും രാഷ്ട്രപതി 3 മാസത്തിനുള്ളിലും തീരുമാനമെടുക്കണമെന്നാണ് വിധി. ഇതാണ് രാഷ്ട്രപതി സവിശേഷ അധികാരം ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളെ മോചിപ്പിച്ച സംഭവത്തിൽ KU ജനീഷ് കുമാർ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. ജോലി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് കൂടൽ പോലീസ് കേസെടുത്തത്. അതേസമയം CPM ജില്ലാ സെക്രട്ടറിയും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയും MLAക്ക് പിന്തുണയുമായി രംഗത്തെത്തി. കുളത്തുമണ്ണിൽ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിക്കാനെത്തിയപ്പോഴാണ് ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരോട് തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സംഭവത്തിൽ MLAക്കെതിരെ വനം വകുപ്പ് ജീവനക്കാർ നൽകിയ പരാതിയിൽ ആദ്യം കേസെടുക്കാൻ മടിച്ച പോലീസ് പിന്നീട് കേസെടുത്ത് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. വന്യജീവി സംഘർഷം തടയാൻ വനം വകുപ്പിന് ഒപ്പം നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. എന്നാൽ ജീവനക്കാരെ ഇരകളാക്കാൻ ശ്രമിക്കുന്നുവെന്നും ജീവനക്കാരുടെ നിസ്സഹായാവസ്ഥ മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും ധരിപ്പിച്ചതായും ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി R ദിനേശ് പറഞ്ഞു. ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ജനപ്രതിനിധികളടക്കം ഗവൺമെന്റ് ഏൽപ്പിച്ച വന്യജീവി സംരക്ഷണവും മനുഷ്യവന്യജീവി സംഘർഷം ലഘൂകരിക്കലെന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്കെതിരെ ഇങ്ങനെ വ്യാപകമായി ഉണ്ടാകുന്ന ജോലിക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ അഭിപ്രായം. അതേസമയം MLA നടത്തിയ രോക്ഷപ്രകടനം ശരിയാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പ്രതികരിച്ചു. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷത്തിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ പ്രതികരിക്കണം? ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം കാണേണ്ടത്. ഇവിടെയാണ് നമ്മൾ ജനീഷ് കുമാറിന്റെ പ്രശ്നത്തെ ഈ അർത്ഥത്തിൽ കാണുമ്പോഴാണ് ജനീഷ് കുമാർ ചെയ്തത് ശരിയാണ് എന്ന് വരുന്നത്. MLAക്ക് പിന്തുണയുമായി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയും രംഗത്തെത്തി. ജനീഷിന്റെ പ്രതികരണം സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ധൈര്യം പകരുന്നതാണെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ച് പ്രതിനിധി ജസൻ PY പറഞ്ഞു. സമൂഹത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള ഒരു ധൈര്യം ജനത്തിന് പകർന്നു കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തിയുള്ള ഒരു പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയില്ല. കാട്ടാന ചരിഞ്ഞത് ഷോക്കേറ്റാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം
അന്വേഷണം നടക്കവേ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ MLAക്ക് പാർട്ടിയുടേതുൾപ്പെടെ പിന്തുണ ലഭിച്ചതോടെ MLAക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കായിക വാർത്തകൾ നോക്കാം. IPL-ലെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ കാര്യത്തിലെടുത്ത നിലപാട് തിരുത്തി ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക. IPL ശനിയാഴ്ച പുനരാരംഭിക്കാനിരിക്കെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള ടീമിലെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ 26 മുൻപ് നാട്ടിൽ തിരിച്ചെത്തണമെന്ന് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ BCCI അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിലപാട് മാറ്റിയ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക IPL ഫൈനൽ നടക്കുന്ന ജൂൺ 3-ന് തിരിച്ചെത്തിയാൽ മതിയെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതോടെ IPL-ൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ കാഗിസോ റബാഡ, ഏഡൻ മാർക്രം, ലുങ്കിയെങ്കിടി, മാർക്കോ യാൻസൺ, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവർക്ക് ടൂർണമെന്റിൽ തുടർന്നും കളിക്കാനാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.